ന്യൂസ് മലയാളം പ്രീപോൾ സർവേ 2026 തുടരുന്നു. ഇനി വിവിധ പ്രായപരിധിയിലുള്ളവർ പിണറായി വിജയന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതുകൂടി നോക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ നമ്മൾ കണ്ടുപോയതുപോലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ള വിലയിരുത്തൽ കണ്ടു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എങ്ങനെയാണ് വി ഡി സതീശന്റെ പ്രവർത്തനങ്ങൾ എന്നത് കണ്ടു. അതിന്റെ വിവിധ ക്രോസ് സെക്ഷനുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പിണറായി എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞതിൽ 18 മുതൽ 25 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലുള്ളവരിൽ 34.2% പേരാണ് വളരെ മികച്ചത് എന്ന് പറഞ്ഞത്. 25.2% പേരാണ് മികച്ചത് എന്ന് പറഞ്ഞത്. ശരാശരി എന്ന് പറഞ്ഞത് 24.6%. മോശം എന്ന് പറഞ്ഞത് 8.9%. വളരെ മോശം എന്ന് പറഞ്ഞത് 7% പേരാണ്. ഇനി 26 മുതൽ 35 വയസ്സ് വരെയുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ 31.4% പേർ വളരെ മികച്ചത് എന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബാച്ച് മുതലുള്ള ഒരു കൗതുകം എന്ന് വെച്ചാൽ ഇതിന് മുകളിലേക്ക് ഈ രണ്ട് ബാച്ചും നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിന് വോട്ട് ചെയ്യാൻ കഴിയാത്തവരാണ് ഇതിൽ പെട്ടിരിക്കുന്ന വലിയൊരു വിഭാഗം പേർ. മറ്റൊന്ന് 31.4% പേർ വളരെ മികച്ചതെന്ന് പറയുന്നു. മികച്ചത് എന്ന് 22.8% പേർ പറയുന്നു. ശരാശരി എന്ന് 23.3% പേര്, മോശമെന്ന് 13.4% പേരും, വളരെ മോശമെന്ന് 9.1% പേരും പറയുന്നു. 36 മുതൽ 45 വയസ്സ് വരെയുള്ളവരുടെ കണക്കെടുത്താൽ വളരെ മികച്ചതെന്ന് 29.9% പേരാണ് പറയുന്നത്. മികച്ചതെന്ന് 21% പേർ പറയുന്നു. ശരാശരി എന്ന് 25.4% പേര്, മോശമെന്ന് 13.7% പേര്, വളരെ മോശമെന്ന് 10% പേരും ആണ് ഇത് പറയുന്നത്. ഇനി വളരെ മികച്ചത് എന്നുള്ള അഭിപ്രായം 46 മുതൽ 60 വയസ്സ് വരെയുള്ളവരുടെ എടുത്താൽ 26.5% പേർ പറയുന്നു. മികച്ചത് എന്ന് 22.4% പേർ, ശരാശരി എന്ന് 27.9% പേർ, മോശമെന്ന് 14.5% പേർ, വളരെ മോശമെന്ന് 8.8% പേർ പറയുന്നു. 60 വയസ്സിന് മുകളിലുള്ളവരുടെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ 31.9% പേർക്ക് വളരെ മികച്ചതാണ്, 24.9% പേർക്ക് മികച്ചതാണ്, ശരാശരി എന്ന് 22.6% പേർ പറയുന്നു, 11.5% പേർക്ക് മോശമാണ്, വളരെ മോശമെന്ന് 9.1% പേർ പറയുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തം കണക്ക്. ഈ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മൾ കാണേണ്ട കാര്യം എന്താ സനീഷ്, നമ്മൾ ആദ്യം പറഞ്ഞതാണ് 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് വളരെ മികച്ചത് എന്നത് 34.2%, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 33.9%. ഇതിനിടയ്ക്കാണ് അത്രയും ആ നിലയ്ക്ക് വരാതെ 26-35 ഏതാണ്ട് അതിനോട് ഒപ്പിച്ചു വരുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രകടമായിട്ടുള്ള കാര്യം. ചെറുപ്പക്കാർക്ക് പിണറായി വിജയൻ സർക്കാരിനോട് നല്ല ആഭിമുഖ്യമുണ്ട്. ഈ സർക്കാർ കൊള്ളാം എന്ന അഭിപ്രായമുണ്ട്. നോക്കൂ, ഈ 18 മുതൽ 25 വരെയും 26 മുതൽ 35 വരെയുള്ള സംസ്ഥാനത്തെ ചെറുപ്പക്കാരെന്ന് നിശ്ചയമായിട്ടും നമുക്ക് ഗണിക്കാവുന്ന ആളുകളിലാണ് ഈ നമ്പർ ഏറ്റവും കൂടി നിൽക്കുന്നത്. നമ്മൾ നോക്കൂ, അതായത് ഈ 18-25 പ്രായത്തിൽപ്പെട്ട ആളുകളുടെ ഈ ഇടത്തെ എല്ലാ നമ്പറാണ് ഏറ്റവും കൂടി നിൽക്കുന്നത്. ഈ ശരാശരിയും മികച്ചതും വളരെ മികച്ചതും. അതായത് എനിക്ക് തോന്നുന്നു അത് മറ്റ് സംസ്ഥാനങ്ങളുമായുള്ള താരതമ്യം ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പലപ്പോഴായിട്ട് ഇവർ ഈ സോഷ്യൽ മീഡിയയുടെ CPIMൻ്റെ സൈബർ ടീമും മറ്റുമൊക്കെ പല കാലങ്ങളായിട്ട് നടത്തുന്നുണ്ടല്ലോ. പിന്നെ പുറത്തൊക്കെയുള്ള ആളുകൾ ചെറുപ്പക്കാർ അതിനോട് ചേർത്ത് വെച്ച് കാണുക. പിന്നെ കോവിഡ് കാലത്തെക്കുറിച്ചുള്ള കഥകൾ എന്ന് വെച്ചാൽ ആ പറയുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, ഈ ക്രൈസിസ് മാനേജർ എന്ന സംഗതി, പിന്നെ വല്ലാത്ത തോതിൽ എതിർക്കപ്പെടുന്ന ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നതൊക്കെ ഈ പറയുന്ന ചെറുപ്പക്കാരെ സ്വാധീനിച്ചിരിക്കാൻ ഇടയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഈ ചെറുപ്പക്കാരുടെ കാര്യം എന്താണ്? അതായത് അവർക്ക് വലിയ തോതിൽ ഇപ്പോൾ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സംഭവ വികാസങ്ങളോ അവരോട് ആനുകൂല്യം കാണിക്കുന്നത് കണ്ട ആളുകളോട് നല്ല അഭിപ്രായം വരുന്ന പ്രായത്തിൽപ്പെട്ടവരല്ല. അത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ദേ ഡോണ്ട് കെയർ എന്നുള്ള മട്ടിൽ അഭിപ്രായമുള്ള ആൾക്കാരാണ്. ഇതിനകത്ത് വേറെ കാര്യം കൂടി ഉണ്ട് സനീഷ്. ഇതിൻ്റെ ഈ കൂടുതൽ സൂക്ഷ്മ വിവരങ്ങളിലേക്ക് പോയാൽ ആളുകൾക്ക് ബോറടിക്കലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ മെത്തഡോളജിയുടെ ദീർഘമായ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകാത്തത്. അതിൽ വളരെ കൃത്യമായി അത് നമുക്ക് നാളെ വേണമെങ്കിൽ അത് അവതരിപ്പിക്കാം, അത് ആ വിവരങ്ങൾ കൂടി. കാരണം എത്ര ശതമാനം പേരാണ് നമ്മുടെ സർവേയിൽ മൊത്തം ഈ ഓരോ ഏജ് ഓരോ വിഭാഗത്തിലുള്ളവർ പങ്കെടുത്തത് എന്നതടക്കമുള്ള വിവരങ്ങൾ നമ്മൾ നാളെ മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊപ്പം അത്തരം വിവരങ്ങൾ ആധികാരികത കൂടുതൽ ഞാൻ പറയാൻ വന്നത് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നോക്കിയിട്ട് സർക്കാരിനെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിലയിരുത്തുന്ന പ്രായത്തിൽപ്പെട്ടവരല്ല ഇവരെ നമ്മൾ കാണണം. കാരണം അതൊന്നും അവരെ സംബന്ധിച്ച് ബാധിക്കുന്നതല്ല. ഒരു വലിയ അതായത് എനിക്കിന്നത് കിട്ടി അതുകൊണ്ട് ഞാനിതാ ഇദ്ദേഹത്തോട് ആഭിമുഖ്യം പ്രഖ്യാപിക്കുന്ന വിചാരിക്കുന്ന ആളുകളല്ല. എന്നാൽ അതേസമയം താഴേക്ക് പോകുമ്പോൾ ഓരോ സർക്കാരിൻ്റെയും ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്താണെന്ന് വിലയിരുത്തിയിട്ട് അനുഭവവേദ്യമായ കാര്യങ്ങളുടെ കാര്യത്തിൽ മാത്രം നിൽക്കുന്ന ആളാണ്. അത് രണ്ടും നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ജനസാമാന്യത്തിനകത്ത് തരക്കേടില്ലാത്ത ഒരു സ്റ്റാൻഡ് നിൽക്കുന്നുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവിടെ മോശവും വളരെ മോശവും നമ്പർ ചെറുതായിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. ശരാശരിയെ
സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ശരാശരി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പലപ്പോഴായിട്ട് പറഞ്ഞതുപോലെ മോശവും വളരെ മോശവും എന്ന് പറയാൻ അഭിപ്രായമില്ലാത്ത ആളാണ് അത് പറയുന്നത്. അത് ഇങ്ങോട്ട് ചേർത്ത് വെക്കേണ്ടതാണ്. റൈറ്റ്. ഇനി നമുക്ക് വി ഡി സതീശൻ്റെ പ്രവർത്തനത്തെപ്പറ്റി വിവിധ പ്രായപരിധിയിലുള്ളവർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതേ വിലയിരുത്തൽ വി ഡി സതീശൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർ വളരെ മികച്ചത് എന്ന് പറയുന്നത് 11.9% പേരാണ്. മികച്ചത് എന്ന് പറയുന്നത് 17.4% പേരാണ്. ശരാശരി എന്ന് പറയുന്നത് 36.5%, മോശമെന്ന് 19.7% പേർ, വളരെ മോശമെന്ന് 14.6% പേർ. ഇനി 26 മുതൽ 35 വയസ്സ് വരെയുള്ളവരുടെ പ്രായപരിധി എടുത്താൽ 12.3% പേർ വളരെ മികച്ചതാണ് എന്ന് പറയുന്നു വി ഡി സതീശൻ്റെ പ്രകടനം. 19.5% പേർ മികച്ചതാണ് എന്ന് പറയുന്നു. 34.7% പേർ ശരാശരി എന്ന് പറയുന്നു. 18.8% പേർ മോശം എന്ന് പറയുന്നു. 14.7% പേർ വളരെ മോശം എന്നാണ് പറയുന്നത്. ഇനി 36 മുതൽ 45 വയസ്സ് വരെയുള്ള പ്രായപരിധി നോക്കിയാൽ 14.1% പേർ വളരെ മികച്ചതെന്നും 21.3% പേർ മികച്ചതെന്നും 30.4% പേർ ശരാശരിയെന്നും 19.6% പേർ മോശമെന്നും 14.6% പേർ വളരെ മോശമെന്നും പറയുന്നു. 46 മുതൽ 60 വയസ്സ് വരെ നോക്കിയാൽ 11.1% വളരെ മികച്ചതെന്ന്, 21.3% പേർ മികച്ചതെന്ന്, 36.1% പേർ ശരാശരിയെന്നും 18.5% പേർ മോശമെന്ന് പറയുന്നു. 13% പേർ വളരെ മോശം എന്ന് പറയുന്നു. 60 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രായപരിധി നോക്കിയാൽ 12% പേർ വളരെ മികച്ച പ്രകടനം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കാഴ്ചവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 18.9% പേർ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് പറയുന്നു. 34.3% പേരാണ് ശരാശരി എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ളവരിൽ. 21% പേരാണ് മോശമാണെന്ന് പറയുന്നത്. 13.8% മാത്രമേ വളരെ മോശം എന്ന് പറയുന്നുള്ളൂ. സനീഷ്, പക്ഷേ ഇതിനകത്തും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, അതായത് വി ഡി സതീശൻ ഒരു മോശം നേതാവല്ല എന്ന അഭിപ്രായമാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. അതായത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയോളം, നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോളം വലിയ നമ്പർ ഇവിടെ കണ്ടില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ മോശമായിട്ടാണ് ജനം വിലയിരുത്തുന്നത് എന്നതിലേക്ക് എത്താൻ പറ്റില്ല. ഇവിടെയും നമ്മൾ കാണുന്നത് നോക്കൂ, ഇവിടെ എല്ലാ വിഭാഗങ്ങളിലും 30-ന് മുകളിലാണ്. കണ്ടോ, ഇവിടെ നല്ല ശരാശരി എന്ന് വെച്ചാൽ അവർക്ക് അകര ശരാശരി, ഇവർ മോശമല്ല എന്നാൽ വളരെ മികച്ചതല്ല എന്ന അഭിപ്രായത്തിലേക്ക് വരുന്നത് അത് പ്രതിപക്ഷ നേതാവ് എന്ന ആ പദവിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയേണ്ടുന്നൊരു കാര്യം ഹർഷ, എനിക്ക് തോന്നുന്നു, എന്തുകൊണ്ട് പിണറായി വിജയനും ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മാത്രം എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും കാണുന്ന ആളുകളുടെ ഉള്ളിലേക്ക് ഉദിച്ചേക്കാം ഒരുപക്ഷെ. അതായത് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ രമേശ് ചെന്നിത്തലയുണ്ട്, കെ സി വേണുഗോപാലുണ്ട്, മറ്റു നേതാക്കളുമുണ്ട് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും ഈ സീനിലേക്ക് വന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോട് ചേർന്ന തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പ്രവേശിച്ചപ്പോഴാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് അതിനു മുമ്പേ തന്നെയാണ്. അപ്പോൾ നമ്മളത് ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലത്ത് കാണുന്നുണ്ട്. ഓരോ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ കാലത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നമ്പർ 1 ആയിട്ട് മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് ഇദ്ദേഹത്തെ വെക്കുന്നത്. ഏത് നിലയ്ക്ക് നമ്പർ പരിശോധിച്ചാലും നമ്മൾ ഇവിടെ ഈ കാണുന്നത് നമ്മൾ പ്രതിപക്ഷ നേതാവ് മോശം എന്ന വിലയിരുത്തലല്ല കൂടുതലായിട്ടുള്ളത് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും. മാത്രം ഇനി നാളെ ഈ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളിലേക്ക് വന്നാൽ അവിടെ ഈ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന മുഴുവൻ നേതാക്കന്മാരും വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം അതിൽ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരുമായ നേതാക്കന്മാർ വിലയിരുത്തപ്പെടുന്നുണ്ട് നാളത്തെ വിശദമായ പരിശോധനയിൽ എന്നതുകൂടിയാണ് നമ്മൾ ഈ സമയത്ത് പറഞ്ഞു പോകേണ്ടത്. എന്തായാലും വി ഡി സതീശനെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തരക്കേടില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വിവിധ മതവിഭാഗങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഇതാണ് സാധാരണ ഈ പ്രായത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ വരാറില്ല. പക്ഷേ വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നു എന്നുള്ളത് നിരന്തരം ചർച്ചയാവാറുണ്ട്. കാരണം ഇത് പ്രതിഫലിക്കും എന്നുള്ളതാണ് പൊതുവെ ആളുകൾ. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ആണ് തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതായിരിക്കും. അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വളരെ മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് മുസ്ലിങ്ങളിൽ 25.4% പേരാണ് വിലയിരുത്തുന്നത്. മികച്ചത് എന്ന് 18.2% പേരാണ്. ശരാശരി എന്ന് 29.5% പേർ, മോശമെന്ന് 14.8% പേരും വളരെ മോശമെന്ന് 12% പേരുമാണ് മുസ്ലിങ്ങളിൽ വിലയിരുത്തുന്നത്. ക്രിസ്ത്യാനികളുടെ കാര്യമെടുത്താൽ 17.2% പേരാണ് വളരെ മികച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിലയിരുത്തുന്നത്. 19.8% പേരാണ് മികച്ചത് എന്ന് വിലയിരുത്തുന്നത്. 34.7% പേരാണ് ശരാശരി എന്ന് വിലയിരുത്തുന്നത്. മോശമെന്ന് വിലയിരുത്തുന്നത് 18.3%. വളരെ മോശമെന്ന് വിലയിരുത്തുന്നത് 9.9%. ഹിന്ദുക്കളുടെ കാര്യമെടുത്താൽ 34.6% പേർക്കും പിണറായി വിജയൻ മികച്ച മുഖ്യമന്ത്രിയാണ്, അതല്ലെങ്കിൽ വളരെ മികച്ച മുഖ്യമന്ത്രിയാണ്.
25% പേർക്ക് മികച്ച മുഖ്യമന്ത്രിയാണ്. 21.4% പേർക്ക് ശരാശരി മുഖ്യമന്ത്രിയാണ്. 11.3% പേർക്ക് മോശം മുഖ്യമന്ത്രിയാണ്. 7.7% പേർക്ക് വളരെ മോശം മുഖ്യമന്ത്രിയാണ്. നിരീശ്വരവാദികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 28.6% പേർക്ക് വളരെ മികച്ച മുഖ്യമന്ത്രി, 46.4% പേർക്ക് മികച്ച മുഖ്യമന്ത്രി, 21.4% പേർക്ക് ശരാശരി മുഖ്യമന്ത്രി, 3.6% പേർക്ക് മോശം മുഖ്യമന്ത്രി എന്നിങ്ങനെയാണ് ആ കണക്കുകൾ കാണുന്നത്. സനീഷ്, ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇതിലെനിക്ക് ഏറ്റവും അത്ഭുതം ഹർഷ ഇവിടെയാണ്. അതായത് ഇവിടെ മുസ്ലിം ജനസാമാന്യത്തിനകത്ത് വളരെ മികച്ചത് ഈ നമ്പറും മികച്ചത് ആ നമ്പറും ഉണ്ട് എന്നുള്ളത്, ശരാശരി ആ നമ്പറും ഉണ്ടെന്ന് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞത്. അതായത് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ മുസ്ലിം ജനസാമാന്യത്തിനകത്ത് നിന്ന് ഈ സർക്കാരിനോടൊരു വിയോജിപ്പുണ്ട്. ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായേക്കും എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ട് ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലുള്ളതുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഈ അത്ഭുതമുണ്ട് ഈ കാര്യത്തിൽ. അതായത് റിയൽ ആയിട്ടുള്ള ഒരു അത്ഭുതം തന്നെ എന്ന് തന്നെ പറയാവുന്നൊരു കാര്യമുണ്ട്. കാരണം ഞാനിത് പ്രതീക്ഷിച്ചതല്ല. ഇവിടെയാണ് ശരാശരിയും മോശവും തൊട്ട് അങ്ങോട്ടാണ് കുറച്ചുകൂടെ നമ്പർ ഉയർന്നു നിൽക്കുക. കൂടുതൽ ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒട്ടും തെറ്റില്ലാത്തൊരു നമ്പറാണ്. ഇതിൽ എനിക്ക് അത്ഭുതം ഉണ്ടായിരുന്നില്ല. കാരണം അത് ചെറിയ കണക്കാണ്. കാരണം 43% പേര് മികച്ചതാണ് എന്നുള്ള മുഖ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തുന്നു എന്ന് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു. ശരാശരി കൂടി ചേർക്കുമ്പോൾ അതായത് അത് വലിയ കണക്കിലേക്ക് പോകും. അത് മാത്രമല്ല പക്ഷേ, അതായത് നമ്മൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കാറ് കയറി അല്ലെങ്കിൽ അയ്യപ്പ സംഘം നടന്നു. അപ്പോൾ ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞിട്ടുള്ള ആളെ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളോട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വലിയ തോതിൽ അതിനെ ചർച്ച ചെയ്യുന്ന കാര്യം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാനത്തെ ജനസാമാന്യത്തിനകത്ത്, മുസ്ലിം ജനസാമാന്യത്തിനകത്ത് കഴിഞ്ഞ തവണ ഉള്ളതുപോലെ അല്ല ഉണ്ടാവുക എന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നെങ്കിൽ, അല്ല ആ തരത്തിലുള്ള ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ, അത് വെച്ച് ഈ നമ്പർ നോക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് കൗതുകം മാറുന്നില്ല എന്നൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ പുറത്ത് കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഹിന്ദു ജനസാമാന്യത്തിനകത്ത് വലിയ ശതമാനമാണല്ലോ വളരെ മികച്ച സർക്കാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു അത് പിന്നെ CPM-ന്റെ വോട്ട് ബാങ്ക് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നൊരു കാര്യമുണ്ട്. ബാക്കിയുള്ള കാര്യത്തിൽ അങ്ങനെ അല്ല, ഇതിനകത്ത് സനീഷ്, ഇതിനെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഏതാണ്ട് 30% പേരാണ് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടല്ല, പിണറായി വിജയൻ്റെ പ്രകടനത്തെ മാത്രമാണ് നമ്മൾ വിലയിരുത്തുന്നതെങ്കിലും അത് ഇതിൽ പ്രതിഫലിക്കും സനീഷ്. അത് ഇത് സർവേ സൂക്ഷ്മമായി സാധാരണ സർവേകൾ നിരീക്ഷിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അതായത് 30% പേരാണ് ശരാശരി സാധാരണ ക്രിസ്ത്യാനികളിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുക. അതിവിടെ പ്രതിഫലിക്കുന്നുണ്ട്. പരമാവധി 34% പേരാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുക. 34 ഒരു കാലത്ത് 40% ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഒരു 34% പേരാണ്. ഏതാണ്ട് അതിനോട് ഒപ്പിച്ചു വരുന്ന ഒരു പ്രതിഫലനം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹിന്ദു. ഇപ്പോൾ പക്ഷേ ഈ ഡാറ്റ ആയിരിക്കും ഞാൻ ഇത് അവതരിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുക. തീർച്ചയായും. ഇനിയിപ്പോൾ വിവിധ മതവിഭാഗത്തിലുള്ളവർ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. വിവിധ മതവിഭാഗത്തിലുള്ളവർ, അതായത് ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ, അതായത് മുസ്ലിങ്ങളിൽ 23.3% പേരും പ്രതിപക്ഷ നേതാവ് വളരെ മികച്ച ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് വിലയിരുത്തുന്നു. മികച്ചതാണെന്ന് 27.8% പേര് വിലയിരുത്തുന്നു. ശരാശരി എന്ന് 28.1% വിലയിരുത്തുന്നു. മോശമെന്ന് 11.1% മാത്രമാണ്. വളരെ മോശമെന്ന് 9.7% മാത്രമാണ് വിലയിരുത്തുന്നത്. ക്രിസ്ത്യാനികളിൽ 17.4% പേര് വളരെ മികച്ച ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് വിലയിരുത്തുന്നു. 27.9% പേർ മികച്ചതെന്ന് വിലയിരുത്തുന്നു. ശരാശരി എന്ന് 32.7% പേരും, മോശമെന്ന് 13.1% പേരും, വളരെ മോശമെന്ന് 8.9% പേരും മാത്രമാണ് വിലയിരുത്തുന്നത്. ഹിന്ദുക്കളിൽ 7.1% പേർ വളരെ മികച്ചതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം എന്ന് വിലയിരുത്തുന്നു. മികച്ചതെന്ന് 15.6% പേര്, ശരാശരി എന്ന് 36.8% പേര്, മോശമെന്ന് 23.7% പേരും, വളരെ മോശമെന്ന് 16.9% പേരും വിലയിരുത്തുന്നു. നിരീശ്വരവാദികൾ 3.6% പേർ വളരെ മികച്ചതെന്നും 14.3% പേർ മികച്ചതെന്നും, ശരാശരി എന്ന് 28.6%, മോശമെന്ന് 17.9%, വളരെ മോശമെന്ന് 35.7% വിലയിരുത്തുന്നു. ഇതിലെനിക്ക് തോന്നുന്നത് ഇത് സ്വാഭാവികമാണ്. ഇത് കാരണം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരം 50% മുകളിലാണ്. അപ്പോൾ അത് ആ നിലയ്ക്ക് തന്നെ നമുക്ക് വിലയിരുത്താം. പിന്നീട് ഇതൊരു വോട്ട് ബാങ്ക് എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ ഈ ഇത്രയും വിഭാഗത്തെ, അതായത് ഇവിടെ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ശരാശരി മുതൽ ഇങ്ങോട്ട് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു വിലയിരുത്തലിനെ ഏതാണ്ട് ആ നിലയ്ക്കൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ടല്ലോ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലേക്ക് എത്തുമ്പോൾ
കോൺഗ്രസിലെ രാഷ്ട്രീയം കൂടി ഒരുപക്ഷെ ഈ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലുള്ള വിലയിരുത്തലിൽ ഒരുപക്ഷെ പ്രതിഫലിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം നാളെ വരാനിരിക്കുന്ന വിഷയങ്ങളിൽ ഇതിൻ്റെ ചില അനുരണനങ്ങൾ നമുക്ക് കൂടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതിനകത്ത് ഇത് രണ്ടും ചേർത്ത് ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ, അതായത് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വേദിയിൽ നേരിടുന്ന ഇത് വളരെ അടുത്താണ് നിൽക്കുന്നത്. അല്ലാതെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗം വളരെ മുന്നിട്ട് നിൽക്കുകയല്ല എന്ന ഒരു വിലയിരുത്തലേക്ക് എത്താൻ പാകത്തിനുള്ള വിവരങ്ങൾ ഇതിനകം തന്നെ വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവരെ രണ്ടുപേരുടെയും അവരവരുടെ മുന്നണികളുടെ പ്രതിനിധാനങ്ങളായിട്ട് എടുത്താൽ, അടയാളങ്ങളായിട്ട് എടുത്താൽ, അതായത് UDF LDF തന്നെയാണ് ഇവർ എന്ന കണക്കിലെടുത്താൽ ഇവർ ഒരേപോലെ നിൽക്കുകയാണ് ഹർഷ. അതായത് ഒരുപാട് മുന്നിട്ട് നിൽക്കുകയാണ് എന്ന് നമുക്ക് ആരെക്കുറിച്ചും പറയാൻ പറ്റാത്ത നിലയുണ്ട്. നമ്പറിൽ നമ്മൾ വ്യത്യാസം കാണുന്നുണ്ടാകും. പക്ഷേ ഇപ്പം പ്രത്യേകിച്ചും ഈ പ്രായം വിട്ടുകള ഈ മതപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കിയാൽ LDFും UDFും കട്ടക്കട്ട നിൽക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ എന്ന തോന്നലുണ്ടാക്കുന്ന കണക്കിതിനകത്തുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പദവിയുടെയും അദ്ദേഹം 5 വർഷക്കാലം ചെയ്ത കാര്യങ്ങളുടെ 5 വർഷക്കാലമല്ല, ഇത് വിലയിരുത്തും ആളുകളുടെ ഉള്ളിൽ അതിനു മുമ്പുള്ള 5 വർഷക്കാലത്തെയും കാര്യങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തുമുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പദവിയും അദ്ദേഹം അത് നന്നായിട്ട് വർക്ക് ചെയ്തതിൻ്റെയും ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ, അങ്ങനെ ഇല്ലാത്ത VD സതീശനെ ഇപ്പുറത്തേക്ക് വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്ത് ഈ മതപരമായിട്ട് സാമുദായ പ്രാതിനിധ്യത്തിനകത്തുള്ള ആളുകൾ പ്രതികരിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നടക്കുന്നത് അതിശക്തമായിട്ടുള്ള UDF LDF പോരാട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന, ഇഞ്ചോടിഞ്ച് നിൽക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കണക്ക് ഇതിനകം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കൂടുതൽ കണക്കുകളിലേക്ക് പോകാം. വളരെ പെട്ടെന്ന് ഒരു ചെറിയ